അലൈക്കും, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മൾ റമദാനിൽ വീഡിയോസൊക്കെ കുറവാണ്. കാരണം എന്നല്ല, ബേബീസിനൊക്കെ ആയിട്ട് വീഡിയോസ് എടുക്കലും പിന്നെ അത് എഡിറ്റ് ചെയ്യലും വോയിസ് ഓവർ കൊടുക്കലൊക്കെ ഭയങ്കര റിസ്ക്കുള്ള കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ വീഡിയോസൊക്കെ ലാഗായി പോകുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നത്തെ വിശേഷം, നമ്മൾ പുറത്ത് പോയിട്ട് നോമ്പ് ഇറക്കുകയാണ്. അപ്പോൾ ഇക്കാൻ്റെ ഉമ്മാൻ്റെ വീട്ടിലത്തെ ഫാമിലീൻ്റെ കൂടെ കേട്ടോ പോകുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് നോമ്പുത്തറയാണ് കേട്ടോ. അപ്പോൾ പുറത്ത് കോഴിക്കോടുള്ള സ്റ്റേഡിയം റിസോർട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പേര് ട്രാവലറിലും പിന്നെ കുറച്ച് പേര് കാറിലൊക്കെ ആയിട്ടാട്ടോ പോയത്. അപ്പോൾ ഏകദേശം ബാങ്ക് കൊടുക്കാൻ 6 മണി അരമണിക്കൂർ ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേനും അവിടെ എത്തിപ്പോയി. കുറേ പേര് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബേബീസിനുള്ള ഡ്രസ്സും കാര്യങ്ങളും പിന്നെ ഇവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അടുത്ത് ഓരോ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇവിടെ പൂളൊക്കെ ഉണ്ട് പറഞ്ഞപ്പോൾ മക്കൾക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അവർക്ക് എക്സ്ട്രാ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരായിട്ട് അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളവിടെ ചെന്ന സമയത്ത് അവരിങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളതിന് കേട്ടോ. അപ്പോൾ നല്ലൊരു ആംബിയൻസാണ്, ഫുള്ള് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഈ റിസോർട്ട് ഒരു വീടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊരു 100 വർഷം പഴക്കമുണ്ട് എന്നൊക്കെ പറയുന്നത്. പക്ഷേ അവിടെ ഒരുപാട് മോഡിഫൈ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ മക്കളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരും നല്ല കളിയും ചിരിയൊക്കെ കേട്ടോ. പിന്നെ നമുക്കും തന്നെ എല്ലാവരും കുറേ ദിവസങ്ങൾക്ക് ശേഷം കാണാനല്ലോ കസിൻസിനൊക്കെ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ചിട്ട് ഭയങ്കര നല്ല രസമായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ. അപ്പോൾ ഇങ്ങനെയൊക്കെ നോമ്പുതുറ നടത്തുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ എല്ലാത്തിലും ഇതാവാൻ പറ്റും കേട്ടോ. മറ്റേത് നമ്മളൊരു വീട്ടിലൊക്കെ ആകുമ്പോൾ അവിടെ ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എല്ലാവരും പല പല തിരക്കും കാര്യങ്ങളൊക്കെ ആവുമല്ലോ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ തന്നെ മിങ്കിളാവാമല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരും ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയും ആളുകൾ എത്താണ്ടിട്ട്, അപ്പോൾ അവർക്ക് റൂട്ട് മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരെ കൂട്ടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ബാങ്ക് കൊടുക്കാനൊക്കെ ആയിട്ടോ. അപ്പം എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ബാങ്കിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ മക്കളൊക്കെ നല്ല ഹാപ്പിയാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഒന്നിച്ചിട്ട് നോമ്പ് തുറന്ന് നല്ല രസമാണല്ലേ. പിന്നെ പ്രത്യേകിച്ച് നല്ലൊരു ആംബിയൻസുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് നോമ്പൊക്കെ തുറന്നിട്ട് കാണാം. ബാങ്ക് വിളിച്ച് എല്ലാവരും നോമ്പൊക്കെ തുറന്നു. അപ്പോൾ കുറേ പേര് അവിടെ പുറത്തുനിന്ന് തന്നെ നിസ്കാരമൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ അടുത്ത് തന്നെ പള്ളിയുണ്ട്. പിന്നെ മുകളിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നോമ്പ് തുറന്ന് കഴിഞ്ഞ് എല്ലാവരും നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നീട് അവർ നമുക്ക് ഫുഡിനുള്ളതൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനിടയിൽ ബേബീസ് അസിമോളും പിന്നെ അത് കസിൻ്റെ മോനും കേട്ടോ. അപ്പോൾ രണ്ടാളും ഭയങ്കര ഫ്രണ്ട്സാണ്. അപ്പോൾ അവർ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വെള്ളത്തിലിറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് വീഡിയോസ് എടുത്തപ്പോഴാണ് കണ്ടത്. പിന്നെ നനഞ്ഞ് വന്നിട്ട് ഒരു ഡ്രസ്സ് അയച്ച് മാറ്റിയിട്ട് പിന്നെ ഇറങ്ങൂല എന്നൊക്കെ പറഞ്ഞ് പിന്നെ വേറെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരവിടെ കളിയൊക്കെ തുടങ്ങിയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടിയിട്ട് തിരക്കൂട്ടുന്നതൊക്കെ കേട്ടോ. അപ്പോൾ അതിന് ബേബി നോക്കുന്നുണ്ട് കേട്ടോ അത്താത്ത കളിക്കുന്നത്. അപ്പോൾ അവർ ഭയങ്കര കളിയിലായിരുന്നു കേട്ടോ വെള്ളത്തിൽ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അവരൊക്കെ ഇറങ്ങി കണ്ടപ്പോൾ പിന്നെ ഇറങ്ങാൻ വേണ്ടിയിട്ട് തിരക്കൂട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിക്കട്ടെ എന്നിട്ട് ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാവരും പിടിച്ച് നിർത്തിയൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാതും അവർ സെറ്റ് ചെയ്തൊക്കെ വെച്ചു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ. ഫുഡിന് വേണ്ടിയിട്ട് മന്തി റൈസും പിന്നെ ബീഫ് ചില്ലി ഫ്രൈ, അതേപോലെ ചെമ്മീൻ ഫ്രൈ, പിന്നെ അതിലേക്ക് ഉള്ള എന്താ പറയുക മയോണൈസും കച്ചമ്പർ അങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളി ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, അത്യാവശ്യം കുഴപ്പമൊന്നും ഇല്ലാത്ത ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ ബേബീസും കുറേശ്ശൊക്കെ കഴിച്ചു, അവർക്കുള്ള ഫുഡ് കൊടുത്തിട്ടില്ല. അപ്പം അവർ കരച്ചിലൊക്കെ തുടങ്ങുന്ന സമയത്ത് കൊടുക്കാൻ വിചാരിച്ചിട്ട്. അപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷം അവർ ഗ്രേപ്സിൻ്റെ ഫ്ലേവറുള്ളൊരു ഐസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ചിലർക്കൊന്നും ഇഷ്ടമായില്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കയറിയതിന് ശേഷം അവർ ചായയൊക്കെ കൊണ്ടുവരും. ചായ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാട്ടോ. കൊച്ചുമോൾ രണ്ടാമത്തെ ഡ്രസ്സൊക്കെ മാറ്റി വീണ്ടും വെള്ളത്തിലൊക്കെ ഇറങ്ങിട്ടോ. അപ്പോൾ ബേബിയാണ് അവിടെ ഇരിക്കുന്നുണ്ടോ. വെള്ളത്തിൽ കളി കണ്ടപ്പോൾ ഇങ്ങനെ നോക്കി ഇരിക്കുക കേട്ടോ. അപ്പോൾ എല്ലാ മക്കളും വെള്ളത്തിൽ കയറുന്നു. അവർക്ക് തന്നെ കേട്ടോ ഭയങ്കരമായിട്ടും എൻജോയ് ചെയ്തത്. കാരണം വെള്ളത്തിൽ കളിയും പിന്നെ അവർക്ക് ഇതാണല്ലോ അല്ലേ.
അപ്പോൾ ഇതാ ബേബീസിന് കരച്ചിലൊക്കെ തുടങ്ങി. അപ്പോൾ അവർക്കുള്ള ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സെർലാക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ഫുഡൊന്നും റെഡിയാക്കി കൊണ്ടുവരുമ്പോൾ അത് ഭയങ്കര ഇങ്ങനെ ആ ചൂടോടെ നമ്മൾ ഫ്ലാസ്കിലാക്കുമ്പോൾ ഒരു സ്മെല്ല് പോലെയൊക്കെ തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ സെർലാക്ക് കൊടുക്കാൻ വിചാരിച്ചിട്ട് സെർലാക്ക് വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നിരുന്നു കേട്ടോ. അപ്പോൾ അത് റെഡിയാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അന്നു ബേബി ഭയങ്കര കരച്ചിലാട്ടോ. അപ്പോൾ അന്നു ബേബിക്ക് പിന്നെ ഫുഡ് കഴിക്കണം എന്നുള്ള ആ ഒരു ഇതൊന്നുമില്ല. അവളിങ്ങനെ എല്ലാതും കണ്ടങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷെ ആരെടുത്തേക്കും അന്നു ബേബി പോകണില്ല കേട്ടോ. അന്നു ബേബി പിന്നെയും തത്തൻ്റെ കയ്യിലും പിന്നെ എല്ലാവരുടെ അടുത്തേക്കൊക്കെ പിന്നെയും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്കുള്ള ഫുഡ് കൊടുക്കണം. അപ്പോൾ അന്നു ബേബിയാണ് ഇപ്പോൾ ഭയങ്കര ഫയറായിട്ടുള്ളത്. അപ്പോൾ അവൾക്ക് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ അന്നു ബേബി ഇവിടെ കാക്കാൻ്റെ മോൻ്റെ കയ്യിലായിട്ടുള്ളത്. അപ്പോൾ കരഞ്ഞപ്പോൾ എടുത്തുകൊണ്ട് വന്നിരുന്നേ. അപ്പോൾ ഇപ്പോൾ കുറുമ്പിലായതുകൊണ്ട് കുറച്ച് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും കേട്ടോ. അവൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവൾ കഴിക്കും. പക്ഷേ കരച്ചിൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആൾ ഫയറാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ഇങ്ങനെ ഈ സമയത്തൊക്കെ നമ്മൾ വീട്ടിലിങ്ങനെ അവരേതായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ നടക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും. അപ്പോൾ അവൾക്കുള്ള ഫുഡ് നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ കുറേശ്ശെ അവർ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഒന്നതായിക്കോട്ടെ വിചാരിച്ചിട്ട് നിന്നേന്ന് കേട്ടോ. അപ്പോൾ കരച്ചിലൂടെ തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ വേണേനും എന്നാൽ കറിയും വേണം, അങ്ങനത്തെ ഒരു മട്ടിൽ കേട്ടോ. അപ്പോൾ ഏതായാലും അവൾക്ക് ഫുഡൊക്കെ കൊടുക്കട്ടെ. അപ്പോൾ ഏതായാലും അന്നു ബേബി ഫുഡൊക്കെ കഴിച്ചിട്ടോ. അപ്പോൾ അന്നു ബേബീനെ ഞാൻ കാക്കാനും മോളടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് കുറച്ച് സമയം ഇങ്ങനെ അയച്ചിട്ടിട്ട് നിർത്തിയിട്ടോ. കാരണം ചൂടുകൊണ്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് സമയം ഇങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഡയപ്പറൊക്കെ ചേഞ്ച് കൊടുത്ത് പിന്നെ വൈപ്സൊക്കെ വെച്ചിട്ട് മേലൊക്കെ നന്നായിട്ട് തുടച്ചൊക്കെ കൊടുത്തിട്ടോ. അതിന് ശേഷം പിന്നെ അവൾ മക്കളെ കൂടെ പൂളിൽ കസീനെ പിടിച്ചിട്ട് ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും അന്നു ബേബിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. അതിന് പിന്നെ അന്നു ബേബി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം അങ്ങനെ വൈപ്സൊക്കെ തേച്ചിട്ട് അവിടെ ഇരുത്തിട്ടോ. പിന്നെ ഞാൻ അന്നു ബേബിക്കുള്ള ഫുഡ് കൊടുക്കണം. അന്നു ബേബിക്ക് വീട്ടിൽ നിന്നേ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇപ്പോൾ പുറത്ത് പോയാൽ പിന്നെ തീരെ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. അന്നു ബേബി ഭയങ്കര ഫയറായിരുന്നു, കഴിക്കുന്നേ ഇല്ലേനു കേട്ടോ. പിന്നെ ഞാൻ മക്കളെ പൂളിൻ്റെ അവിടെ കളിക്കുന്ന അവിടെ കൊണ്ടുപോയിട്ടൊക്കെ എങ്ങനെയൊക്കെയോ അവളെ വയറിലൊക്കെ ആക്കിയിട്ടോ. പിന്നെ മെയിനായിട്ട് തന്നെ മക്കൾ തന്നെ കുറേ സമയം പൂളിലിറങ്ങിയിട്ട് കളിച്ചു. അങ്ങനെ അവരിങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ കുറേ സമയം അവിടെ ഇരുന്നു. പിന്നെ ചിലരൊക്കെ തറാവിയൊക്കെ നിസ്കരിച്ചു. പ്രയറും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ചെറുതായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടോ. പിന്നെ പത്തിരിയും വെള്ളപ്പവും പിന്നെ ചിക്കൻ കറി, ബീഫ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പിന്നെയും ഫുഡൊക്കെ കഴിച്ചിട്ടാട്ടോ പോയത്. അപ്പോൾ നമ്മൾ അയിനു ബേബീനെ വെള്ളത്തിലിറക്കിയപ്പോൾ അയിനു ബേബി ഭയങ്കര ഫയർ കിട്ടും. അപ്പോൾ അവളെ പിന്നെ എടുത്തിട്ട് പിന്നെ 2 പേരും ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു, ഒന്ന് ഫ്രഷ് ആക്കിയിട്ടോ. ലാസ്റ്റ് നമ്മൾ അവിടെ നിന്ന് പോരാനായപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ. മാഷാഅല്ലാഹ്. അപ്പോൾ ഇതിൽ ഇനി ഒരുപാട് പേര് മിസ്സിങ് ഉണ്ട് കേട്ടോ. കുറേ പേര് ഫാമിലി ആയിട്ട് അബ്രോഡാണ്. പിന്നെ കുറേ പേര് കുഞ്ഞിൻ്റെയൊക്കെ അവരൊക്കെ കുറച്ച് പേരൊക്കെ അതേപോലെ ജോലിക്ക് പോയിട്ട് പുറത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിന് ഒരുപാട് പേര് ഇതിൽ മിസ്സിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും മാഷാഅല്ലാഹ് അൽഹംദുലില്ലാഹ് നമ്മളെ നോമ്പുതുറയൊക്കെ അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞിട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബീച്ചിൽ കുറച്ച് സമയം പോയിട്ട് അവിടെ എല്ലാവരും കൂടി കാറ്റൊക്കെ കൊണ്ടിട്ട് സ്പെൻഡ് ചെയ്തിട്ടോ. അപ്പോൾ അന്നു ബേബി നല്ല ഉറക്കത്തിലാണ്. അന്നു ബേബി ഉറങ്ങിയിരുന്നു, പക്ഷെ ഇവിടെ എത്തിയപ്പോൾ എഴുന്നേറ്റിട്ടോ. പിന്നെ ഒരുപാട് സമയം എല്ലാവരും അവിടെ സംസാരിച്ചൊക്കെ ഇങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും 2 മണി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാഹ് നമ്മൾ നോമ്പുതുറയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് കാലം കഴിഞ്ഞാലും നമുക്കിങ്ങനെ ഓർക്കാനായിട്ട് ഇങ്ങനെ ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ ടാറ്റാ അസ്സലാമു അലൈക്കും ടേക്ക് കെയർ.